നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി അറക്കലിൽ സ്വിഫ്റ്റ് കാറും ഇന്നോവ കാറും കൂട്ടിയിടിച്ച അപകടം. ഇന്ന് 11:30യോടെയായിരുന്നു അപകടം നടന്നത്. ചാലിശ്ശേരി അങ്ങാടി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും കല്ലുംപുറം ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. കാർ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീശന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും നാശനഷ്ടമുണ്ടായത്. സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് വീടിന് വിള്ളൽ സംഭവിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട്ടുകാർക്ക് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയുന്നു. സതീശന്റെ മകൾ കോളേജ് വിദ്യാർത്ഥിനിയായ അനശ്വര ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തീപിടിക്കുകയും വലതുകാലിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സതീശന്റെ അമ്മ ജാനകി, ഭാര്യ സുബിത എന്നിവർക്കും ചെറിയ തോതിൽ പരിക്കുണ്ട്. മരപ്പണിക്കാരനായ സതീശൻ ജോലി ആവശ്യാർത്ഥം കൊല്ലത്തും മകൻ അക്ഷയ് പഠനത്തിനായി എറണാകുളത്തുമായിരുന്നു. വീട്ടിലെ വൈദ്യുതി സംവിധാനം മുഴുവനായും തകരാറിലായി. 8:30 മണിയായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മിന്നൽ വന്നപ്പോൾ ഞാൻ പുറമെന്ന് പോയിട്ട് അകത്ത് പോയിട്ട് വാതിലടച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് ഇപ്പോൾ മോള് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ അമ്മ വേഗം ആയോ നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിലുമ്പോൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് പൊട്ടിത്തെറിഞ്ഞു. പൊട്ടി ആകെ പുക മയായി. അവിടെ കണ്ണും കാണാനില്ല, ചെവിയൊക്കെ പൊട്ടിയടച്ച് നാവ് പൊങ്ങണില്ല, വർത്തമാനം പറയാൻ പറ്റാത്ത രീതിയിൽ. എന്താ ചെയ്യുന്നത്? ശരീരം ആകെ തളർന്നു. വീട്ടിലെ എല്ലാ സ്വിച്ച് ബോർഡും അടിച്ചു പോയി. മോളുടെ കാലിൽ ചെറിയ പരിക്ക് പറ്റി. ഈ വയറ് പൊട്ടിത്തെറിച്ച് വന്ന് ഒരു തീകോളം അകത്തേക്ക് വന്നു. പിന്നെ എൻ്റെ ചെവിയൊക്കെ ആകെ കേൾവി ശക്തി പോയിരിക്കും. ചെവി ആകെ അടഞ്ഞ പോലെയാണ്. മോളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞത്. വിവരമറിഞ്ഞ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പുഷ്പജ വീട് സന്ദർശിച്ചു. പട്ടാമ്പി നഗരസഭയിൽ കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. പട്ടാമ്പി നഗരസഭയിലെ CDS കുടുംബശ്രീയുടെ വാർഷികാഘോഷമാണ് ചിത്രകൂട്ടത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടത്തിയത്. ഫ്ലൂട്ടിസ്റ്റ് കൃഷ്ണദാസ് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ പി ഗീത, സെക്രട്ടറി മഹിമ, നഗരസഭാ സെക്രട്ടറി ബ്ലസി സെബാസ്റ്റ്യൻ, ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നേതൃത്വം നൽകിയ തിരുവാതിരക്കളിയും കാണികൾക്ക് ആവേശം പകർന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി
89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച യോഗാസന മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി നാടിനും വിദ്യാലയത്തിനും അഭിമാനമായി OS ആര്യ. നേപ്പാളിൽ നടന്ന ഇന്തോ നേപ്പാൾ സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച യോഗാസന മത്സരത്തിലാണ് ആര്യ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ചത്. 2024 മെയ് 4 മുതൽ 7 വരെ നേപ്പാളിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ. തൃത്താല വട്ടത്താണി തിരുത്ത് പ്രദേശത്തെ ഓടമാക്കയിൽ വീട്ടിൽ സുരേഷ് കുമാർ ജിഷ ദമ്പതികളുടെ മകളാണ് ആര്യ. തൃത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആര്യ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിദ്യാലയത്തിലെ യോഗ ക്ലാസ്സിൽ ചേരുന്നത്. വിദ്യാലയത്തിൽ നിന്നും മികച്ച രീതിയിലുള്ള യോഗ പരിശീലനവും ഈ കൊച്ചുമിടുക്കിക്ക് ലഭിച്ചു. തുടർന്ന് ചങ്ങരംകുളത്ത് നടന്ന സംസ്ഥാനതല യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഇവിടെ നിന്നും ഡൽഹിയിൽ നടന്ന നാഷണൽ ലെവൽ യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ മത്സരങ്ങളിലെല്ലാം കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ആര്യയെ ഇന്തോ നേപ്പാൾ സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച യോഗാസന മത്സരത്തിന് അർഹയാക്കിയത്. നാടിന് അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച ആര്യയ്ക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ദിവസവും 1 മണിക്കൂറിലധികം സമയം ആര്യ യോഗാ പരിശീലനത്തിനായി മാറ്റിവെക്കും. യോഗാധ്യാപകൻ ആലങ്കോട് സുരേഷാണ് ആര്യയുടെ പരിശീലകൻ. ആദിത്യൻ സഹോദരനാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ വേറെ രാജ്യത്തിൽ പോകാൻ പറ്റിയതിലും പിന്നെ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് വാങ്ങാൻ പറ്റിയതിൽ എല്ലാത്തിലും. പിന്നെ ഞങ്ങൾ ഡൽഹിക്കും പോയിരുന്നു, അത് നാഷണൽസ് ആയിരുന്നു. ഇത് ഇപ്പോൾ പോയത് നേപ്പാളിലേക്കായിരുന്നു, അത് ഇൻ്റർനാഷണൽ. 2ലും ഫസ്റ്റാണ് കിട്ടിയത്. പിന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും അതേ ഫസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് നേരെ സ്റ്റേറ്റിലേക്കാണ് ഉണ്ടായത് ചാമ്പ്യൻഷിപ്പ്. CCTV ന്യൂസ് തൃത്താല. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ 4ാം സംസ്ഥാന സമ്മേളനം നാളെ പട്ടാമ്പിയിൽ നടക്കും. രാവിലെ 9-ന് മന്ത്രി MB രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനം ഭിന്നശേഷി സൗഹാർദ്ദമെന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജന്മനാലും രോഗങ്ങളാലും അപകടങ്ങളാലും സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ മൂലം ശാരീരിക ശേഷിക്കുറവ് സംഭവിച്ച് വീൽചെയറുകളിലും കട്ടിലുകളിലുമായി ജീവൻ തളയ്ക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. ഓരോ ഭിന്നശേഷിക്കാരനെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനാവശ്യമായ നടപടികളുമായാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത്. സംഘടനയുടെ 4ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് പട്ടാമ്പിയിൽ വേദി ഒരുങ്ങുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മേലെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത്. മന്ത്രി MB രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ജന്മനാലും അപകടം മൂലം വീടിനകത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന തലത്തിലുള്ളൊരു കൂട്ടായ്മയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഇത്തരം ആൾക്കാരുടെ വീൽചെയറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി 2016 രൂപം കൊണ്ട സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഈ സംഘടനയുടെ 4ാമത് സംസ്ഥാന സമ്മേളനമാണ് പട്ടാമ്പിയിൽ വെച്ചിട്ട് നാളെ നടക്കുന്നത്. 14 ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ ആണ് ഈ മീറ്റ് നടത്തുന്നത്. ഈ മീറ്റിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സംഘടനയുടെ പുരോഗതിയെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. അതിലൂടെ പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആണ് സമ്മേളനം അവസാനിപ്പിക്കുന്നത്. മറ്റു ജനപ്രതിനിധികൾ, കലാസാംസ്കാരിക സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കാളികളാകും. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 70ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാർക്ക് വേണ്ട പല പ്രവർത്തനങ്ങളും ഇപ്പോഴും പാതി വഴിയിലാണെന്നും ഇവർ സൂചിപ്പിച്ചു. അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുകയാണ് ഈ സംഘടന എന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. റൂം നമുക്ക് കിട്ടില്ല, ഇപ്പോഴും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, ഒരുപാട് കുട്ടിഘോഷിച്ചിട്ട് വന്നൊരു സംഭവമാണ്. അതിൽ പോലും ഒന്നും കയറാനോ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും ഇറങ്ങാനോ ഒന്നിനുള്ള സൗകര്യം അതിൽ പോലും ഇല്ല എന്നുള്ളതാണ്. ഭിന്നശേഷി സൗഹൃദമാണെന്ന് കേരളം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. പ്രകാരം ഇതൊക്കെ എന്നോ നിയമത്തിലുണ്ടെങ്കിൽ കൂടി അത് പ്രായോഗികമല്ല.
ഇപ്പോഴും അതിനു വേണ്ടിയിട്ട് പോരാടുന്ന ഒരവസ്ഥയിൽ. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, ജില്ലാ പ്രസിഡന്റ് സുലൈഖ പറക്കാട്, മറ്റു ഭാരവാഹികളായ ഷാജി ആമയൂർ, സിദ്ദീഖ് ആമയൂർ തുടങ്ങിയവർ സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഞാനിപ്പോൾ സ്കൂട്ടിയിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കയറാൻ പറ്റി, മറ്റൊരു ബിൽഡിങ്ങുകളിലേക്ക് വണ്ടിയായിട്ട് കയറാൻ കഴിയില്ല. അപ്പോൾ അവർ വീൽ ചെയർ പോലെ നമ്മൾ ഭിന്നശേഷിക്കാർക്കും അതും അവിടെ അത്യാവശ്യമാണ്. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് എല്ലാ ആളുകളും കാറോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ വാഹനങ്ങൾ ഉണ്ടാവില്ല. ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് സ്കൂട്ടികൾ. ഇത് വരുമ്പോൾ നമുക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അവരടുത്ത് ചെല്ലാനോ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓഫീസിന് മുന്നിൽ പോയി അവർ ഇവരോടും കാത്തു നിൽക്കണം. അവിടെ നമുക്ക് കയറി ചെല്ലാനൊരു സൗകര്യമില്ല. അപ്പോൾ അത് നിർബന്ധമായിരിക്കും. സൗഹൃദം പറയുമ്പോൾ ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമ്പോൾ സൗഹൃദമായിരിക്കണം. അതൊരു റാമ്പ് മാത്രം ഉണ്ടാക്കിയിട്ടിട്ട് ഒരു മുന്നിൽ ഒരു റാമ്പ് ഉണ്ടാക്കിയിട്ടുകൊണ്ട് ഭിന്നശേഷി സൗഹൃദം ആവില്ല. തൃത്താല കൂടലൂരിൽ 40ഓളം കുടുംബങ്ങൾ CPM വിട്ട് CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPM വിട്ടവർക്ക് ഈ മാസം 19-ന് കൂടലൂരിൽ നടക്കുന്ന CPI പൊതുയോഗത്തിൽ സ്വീകരണം നൽകും. വിഭാഗീയ പ്രവർത്തനങ്ങളാണ് പാർട്ടി വിടാൻ കാരണമെന്നും പാർട്ടി വിട്ടവർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൃത്താല കൂടല്ലൂർ CPM ലോക്കൽ കമ്മിറ്റിയിലെ ചില നേതാക്കൾ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലമൽക്കാവിലെയും കൂടല്ലൂരിലെയും ഉൾപ്പെടെ CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും പാർട്ടി വിട്ട് CPIയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPMനെ ദുർബലപ്പെടുത്തുവാൻ വ്യക്തികേന്ദ്രിതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പെന്നും ഇവർ ആരോപിച്ചു. ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് LC അംഗങ്ങളാവാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തി വിഭാഗീയമായ പ്രവർത്തനം നടത്തിയാണ് ചിലരെ പാർട്ടിയിലേക്ക് എടുത്തതെന്നും ഇവർ ആരോപിച്ചു. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന സമീപനത്തിനെതിരെയാണ് ആനക്കര ഗ്രാമപഞ്ചായത്ത് അംഗവും CPM മലമൽക്കാവ് ബ്രാഞ്ച് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന സുര മലമൽക്കാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും ഇവർ പറഞ്ഞു. കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിനോട് നേതൃത്വം കൊടുക്കുന്ന ചില സാങ്കേതിക മനസ്സുള്ള നേതാക്കളും കഴിഞ്ഞ 2 വർഷക്കാലമായി ഏറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലമൽക്കാവിലെയും കൂടല്ലൂരിലെയും ഉൾപ്പെടുന്ന CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന കുടുംബങ്ങൾ ഉൾപ്പെടുന്നവർ CPI വിട്ട് CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം CPIനെ ദുർബലപ്പെടുത്താൻ വ്യക്തികേന്ദ്രിതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. CPM കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് LC അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും വിഭാഗീയതയുടെ പ്രവർത്തനം നടത്തി മാത്രം ജീവിക്കുന്ന അടുത്ത കാലത്ത് മാത്രം CPMലേക്ക് കടന്നു വരാൻ ഉൾപ്പെട്ടുള്ള ദുർബലരായ മാത്രം അകറ്റി നിർത്തി കമ്മിറ്റിയിലേക്ക് CPMലേക്ക് കടന്നു വരികയും ഉൾപ്പെടുകയും ഉണ്ടായി. ദുർബലരായവരെ മാത്രം കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തത് നിലവിലുള്ളവരെ മാറ്റി നിർത്താനും ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത ഇത്തരം LC നേതാക്കൾ ആഗ്രഹിക്കുന്നതാണ്. കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുമായി ചേർന്ന് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും എതിരാളികളുമായി പരസ്യബന്ധം സ്ഥാപിക്കുകയും ഒരു മടിയും കാണിക്കാത്ത കൂടല്ലൂർ LCയെയും CPM ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കൾ ഈ രാജ്യത്തിന് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. വാർത്താ സമ്മേളനത്തിൽ സുര മലമൽക്കാവ്, VK മണികണ്ഠൻ, V ഭാസ്കരൻ, ബാലൻ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. സുര മലമൽക്കാവിന്റെ നേതൃത്വത്തിലുള്ള 50ഓളം കുടുംബങ്ങളാണ് CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും ഇവർ വ്യക്തമാക്കി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.